മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരാൾ ചോദിച്ചിരിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ, എന്തെങ്കിലും എനിക്ക് നല്ലത് വരുമോ? ഇങ്ങനെ ചോദിക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അവരിൽ ഒരു ചെറിയ നിരാശയും നമ്മൾ കാണാറുണ്ട്. ഇത്രയൊക്കെ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് അവരിൽ ഒരു ശുഭാപ്തി വിശ്വാസവും നമ്മൾ കാണാറുണ്ട്. ചില പ്രശ്നങ്ങൾ നമുക്ക് വലിയ പ്രശ്നങ്ങളായി മാറും ചില സന്ദർഭത്തിൽ. അതിന് ആക്കം കൂട്ടുന്നത് നമ്മുടെ സ്നേഹിതരോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും മറ്റുള്ളവരുടെ ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നേടിയത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസവും ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനാകപ്പാടെ ഒരു പതർച്ച ഉണ്ടാകും. അതാണ് ഈ നിരാശാബോധം. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. നമ്മളുടെ കുറ്റം കൊണ്ടാണോ? നമ്മുടെ വാല്യൂസിനെ ഒന്നും നമ്മളപ്പോൾ കാണുന്നില്ല. നമ്മളാകെ കാണുന്നത് സെൽഫ് ക്രിറ്റിസിസം മാത്രമാണ്. ഇതിന് തക്ക സമയത്ത് മരുന്ന് കഴിക്കണം. അതായത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് പോയി സക്സസ്ഫുള്ളായവരെ കണ്ട് കാര്യം സംസാരിച്ച് തീർക്കണം. സാധാരണ ശാരീരിക രോഗം വരുന്ന സമയത്ത് ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നാൽ ഗൂഗിളിൽ പരതി അതിൻ്റെ ഗുണവും ദോഷവും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അസുഖം മാറില്ല. നമ്മൾ രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ മരുന്ന് യഥാസമയം കഴിച്ച് ഭേദമായതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഡോക്ടറുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് നമ്മൾ എവിടം വരെ പോകണം, ഏതറ്റം വരെ പോകണം, ഏത് സമയത്ത് പോകണം. സമയത്തിന് ചില പരിധിയൊക്കെയുണ്ട്, പക്ഷെ ആഗ്രഹങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല. നമ്മുടെ മനസ്സെത്തുമ്പോൾ ശരീരവും എത്തും. ഒരു ട്രപ്പീസിയം ഇൻസ്ട്രക്ടറെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒരാൾ അതിൽ നിന്നും പിന്മാറി. അപ്പോൾ ഈ ഇൻസ്ട്രക്ടർ അയാളോട് പറഞ്ഞത് എന്താണെന്നോ, ആദ്യം നിങ്ങളുടെ മനസ്സിനെ അവിടെ കൊണ്ടെത്തിച്ച് ചാടാൻ ശ്രമിക്കൂ, അപ്പോൾ നിങ്ങളുടെ ശരീരം പുറകെ വരും എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. ഓരോ പ്രശ്നവും നമ്മളെ ശക്തരാക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാകണം. തിരിഞ്ഞൊന്ന് നോക്കിയേ, നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളെ എത്ര ശക്തിയോടു കൂടിയാണ് നേടിയിരുന്നത്. ഇന്ന് നമുക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ തിരികെ പോകണം. അതുകൊണ്ടാണ് പറയുന്നത് തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്നുള്ളത്. അതിന് നമ്മൾ ആളുകളെ കണ്ട് സക്സസ്ഫുൾ ആയവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളത് ശീലിക്കണം. വിനയം വേണം, വിശ്വാസവും വേണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. രാവണനായാലും ശരി, രാമൻ്റെ വേഷമിടുന്ന സമയത്ത് രാമൻ്റെ ചെറിയ ചിന്തകൾ അയാളിൽ വരുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ നിരാശയും നീട്ടിവെക്കലും ഒഴിവുകഴിവുകളും ഒക്കെ മാറ്റിക്കൊണ്ട് നേടണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മൾ പോകണം. ഇത്രയും നേടിയല്ലോ എന്ന ചിന്തയുടെ മുമ്പിൽ നമ്മളൊരാൽമരമാണ്. ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ നമ്മൾ വെറും ഒരു തകര മാത്രമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ആൽമരമാകണോ തകരയാകണോ? തൽക്കാലം നിർത്തുന്നു. വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.